ഇന്ന് ഞാനൊരു കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷേ അത് ഏത് കടയിൽ നിന്നാണ് നമ്മൾ ആ മെറ്റീരിയൽ എടുത്തതെന്ന് പറയാം. അപ്പോൾ തൃശ്ശൂരുള്ള ഒരു സിൽക്ക് കേന്ദ്ര എന്ന് പറഞ്ഞൊരു കടയിലാണ് നമ്മളന്ന് പോയത് കേട്ടോ. അപ്പോൾ മോൾക്കൊരു കോളേജിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവർക്കൊരു കളർ കോഡ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു കളറ് ഒരു സൽവാർ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്, മെറ്റീരിയൽ സൽവാറിൻ്റെ. അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല വിലക്കുറവിലുള്ള മെറ്റീരിയൽസ് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ കുഴപ്പമില്ലെന്ന് തോന്നി. അത്യാവശ്യം 80 രൂപയുടെയും 90 രൂപയുടെയും അങ്ങനെ ആ ഒരു റേറ്റിൽ വരുന്ന നല്ല മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പുള്ളതുണ്ട്. ഞാൻ കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായി അത്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ നമ്മൾ നോക്കി ഇങ്ങനെ പിങ്ക് കളർ, ബേബി പിങ്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾ കുറേ നോക്കി, പക്ഷേ അതിലൊന്നും ഒരു ബേബി പിങ്ക് കളർ കിട്ടാത്തത് കൊണ്ട്, ഓർഗാൻസയിൽ നോക്കി കറക്റ്റ് കളർ വരാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത്. അതെ, ഇതാണ് ആ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അത് സാറ്റിനാണ് അടിയിൽ ലൈനിങ് ആയിട്ട് വെക്കുന്നത്. ഇതാണ് അത്, ഒരു നെറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. 85 രൂപയുള്ളൂ കേട്ടോ അത് മീറ്ററിന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയലും അത് നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബില്ല് പേ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പുറത്തിരുന്നിട്ടാണ് ആ കളർ കണ്ടോ, കറക്റ്റ് ഒരു ബേബി പിങ്ക് കളർ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇത് 3 മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ലൈനിങ് ആയിട്ട് നമുക്ക് ആ സാറ്റിന്, അപ്പോൾ സാറ്റിന് ഇത്തിരി വില കൂടുതലാണ്, 91 രൂപ വിലയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാറ്റിനാണെന്ന് എനിക്കത് തയ്ച്ചപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, നല്ല മെറ്റീരിയലാണ്, ഒരു ഇതും ചുളിച്ചിലൊന്നും അതിന് വരില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ എടുത്തത് പിന്നെ ഒരു സിഗരറ്റ് പാൻറ്റാണ്. അതിന് അവർക്ക് അതേ കോഡ് തന്നെ വേണമെന്നുണ്ട്, സിഗരറ്റ് പാൻറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ നെറ്റ് എടുത്തിട്ട് നെറ്റിൻ്റെ ഷോള്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലേസ് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല, പക്ഷേ ഷോളിന് വിലയുണ്ട്, ഒരു 400 രൂപ വന്നിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതേ കണ്ടില്ലേ ഈ മെറ്റീരിയൽ. അപ്പോൾ ഇത് തന്നെ ഒരു കളർ കോഡ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് കേട്ടോ. അത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ അതേ സാറ്റിന് 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ കുർത്തി തയ്ക്കുക എന്നുള്ളത് അറിയാത്തവർ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അറിയണവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ. ഈ 4ആയിട്ട് മടക്കി വയ്ക്കുക കേട്ടോ. നമ്മൾ അവനവൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് മടക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കി വെച്ചു. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്ക് ഇതേ കണ്ടില്ലേ, എൻ്റെ മോളുടെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചിലാണ്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഇഞ്ചിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 8 ഇഞ്ചാണ്, നല്ലൊരു ഭാഗം കേട്ടോ. ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം 4 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ നമ്മളൊന്ന് ചെരിച്ച് ഷോൾഡർ സ്റ്റോപ്പ് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ കുഴിച്ച് വരയ്ക്കേണ്ടത്, കുഴിച്ച് വരയ്ക്കല്ല, ആം ഹോൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോൾ 1 ഇഞ്ചിലാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഇതിൽ ഞാൻ കുഴിച്ച് വരയ്ക്കില്ല കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഒരു കുർത്തിയിൽ. അപ്പോൾ അതുപോലെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് സീം അലവൻസ് വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കണം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് നമ്മൾ കൊടുക്കേണ്ടത് 2 അല്ലെങ്കിൽ 1.5 കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തത് ഇതുപോലെ കണക്ട് ചെയ്തു. അതിന് ശേഷം ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഷോൾഡറിൽ നിന്ന് എടുക്കുമ്പോൾ 20 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 8.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അതിന് ശേഷം 1 ഇഞ്ച് സീം അലവൻസ് അവിടെ എടുത്തിട്ടുള്ളൂ. കാരണം അവിടെ 1 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ നമ്മൾ ഏത് കുർത്തി തയ്ക്കുമ്പോഴും. കാരണം അവിടെ ചുളുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി 1 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ ഹിപ്പിൻ്റെ അവിടെ കേട്ടോ, 1 ഇഞ്ച് സീം അലവൻസ്. എന്നിട്ട് നമ്മൾ താഴേക്ക് നമ്മുടെ ആ ലെങ്ത്ത്, അപ്പോൾ നമ്മുടെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ് നമ്മുടെ ഈ കുർത്തിയുടെ ലെങ്ത്ത്. 1.5 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കാണ്ട് മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിനിങ്ങിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഭാഗത്ത് നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ ഭാഗത്ത് വീതി വരുന്നത് 13 ഇഞ്ചാണ് നമ്മൾ. അപ്പോൾ 13 ഇഞ്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ഹിപ്പിൻ്റെ അവിടെ നിന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് നമ്മൾ നോർമൽ കുർത്തിക്ക് ചെയ്യണ പോലെ തന്നെ ചെയ്യുക. ഇതുപോലെ ഒരു കുർത്തി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. കുർത്തിയുടെ മെഷർമെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തു, അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് ഇനി അത് മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ നെറ്റിൻ്റെതാണല്ലോ മെയിൻ ക്ലോത്ത്, അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനിങ് മറച്ചിടല്ല കേട്ടോ നെക്ക് ചെയ്യണത്, നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ രണ്ടും ഒരുപോലെ തയ്ച്ചത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ക്യാൻവാസ് ഞാൻ എടുത്തിട്ട് ബാക്കിൽ ഫ്രണ്ടിലും ക്യാൻവാസ് തന്നെ വയ്ക്കണത് നെക്കിന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ 3 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റ് വ്യത്യാസത്തിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി, അപ്പോൾ നെക്കിൻ്റെ നീളം വരുന്നത് ഞാൻ 5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കണം. ബാക്കിനും ഫ്രണ്ടിനും ഒരേപോലെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ബാക്കിൻ്റെ ക്യാൻവാസിൽ ഞാൻ കാണിക്കില്ല, ഫ്രണ്ട് തന്നെ കാണിക്കണുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തു കേട്ടോ. ഇതുപോലെ റൗണ്ട് നെക്ക് കൊടുത്ത് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് 1 ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ കൊടുക്കില്ലേ ക്യാൻവാസിൽ, ഇതിൻ്റെ എക്സ്ട്രാ 1 ഇഞ്ച് അതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു പോയിന്റിൽ, ഈ വീഡിയോയിൽ കാണുന്ന ആ പോയിന്റിൽ ഒരു അര ഇഞ്ച് കൊടുത്ത് അവിടെയും കട്ട് ചെയ്തെടുക്കുക. നെക്ക് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതങ്ങനെ ഞാൻ കൊടുക്കുന്നത്.
ലാസ്റ്റ് കട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ ബാക്ക് ഫ്രണ്ടും ഒരുപോലെ എടുക്കുക. നമ്മളിത് ക്ലോത്തിലേക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലോത്തിൽ നമ്മളിത് ഇതുപോലെ കണ്ട ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആ കുർത്തിയുടെ നല്ല പുറം ഇത് വെക്കുക, നല്ല പുറത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് എടുക്കുക, അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ സെൻറ്റർ പാർട്ട് എടുക്കുക. രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. തയ്ച്ചു കൊടുക്കേണ്ടത് ഏതി കൂടെയാണ്, നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ആ അരികു ഭാഗം ചേർന്ന് തയ്ക്കുക കേട്ടോ. ക്യാൻവാസിലേക്ക് കയറരുത്, അത് തയ്ച്ചെടുക്കുക. ഞാൻ കാണിച്ച ആ പോയിൻറ്റിൽ കൂടെ തയ്ച്ചെടുക്കുക കണ്ടോ. എന്നിട്ട് അതിന് ശേഷം ആ തയ്ച്ചതിൻ്റെ ഇപ്പുറത്തോടോ നമ്മളൊരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ഭാഗം കണ്ടോ. ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ അറിയണവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് മറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ഉപകാരം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളൊന്ന് തയ്ച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മറച്ചെടുത്തു. അപ്പോൾ എനിക്ക് ടോപ്പ് സ്റ്റിച്ച് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കണ്ടില്ലേ, ബാക്കിലേക്ക് മറച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക. തുന്നി കൊടുക്കുമ്പോൾ നമ്മുടെ സാറ്റിനിൽ മാത്രം തുന്നാൻ പാടുള്ളൂ, നമ്മുടെ നെറ്റിൽ തുന്നരുത് കേട്ടോ. ബാക്കിൻ്റെ ഇതുപോലെ തന്നെ വെച്ച് കൊണ്ടുവന്നു. ബാക്കിൻ്റെ നെക്ക് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്യാൻവാസ്. അപ്പോൾ കണ്ടില്ലേ, ഫ്രണ്ടിൻ്റെ എല്ലാ പണികളും കഴിക്കുക നമ്മൾ. അത് നെക്കിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ട് അതിനുശേഷം ബാക്ക് നെക്ക് കഴിക്കരുത് കേട്ടോ. അത് ഇതുപോലെ ആവണം. ഇതുപോലെ വെച്ചിട്ട് ആ ഫ്രണ്ട് നെക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ പറയുന്നതിലേറെ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് അര ഇഞ്ചിൽ നമ്മളിങ്ങനെ തയ്ച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സ്ലീവിനുള്ള തുണിയാണ് 4 മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 4 മടക്കി വെച്ചിരുന്ന തുണിയിൽ ഇത് വേണ്ട ആവശ്യത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണല്ലോ. അപ്പോൾ നെറ്റ് മാത്രമാണ് വെക്കുന്നത്, ലൈനിങ് ഇല്ല. അപ്പോൾ ഫുൾ സ്ലീവിന് 26 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 26 ഇഞ്ച് അതിന് മുറിച്ചെടുക്കാം, കുറച്ചധികം തുണിയുണ്ട് അത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് 26 ഇഞ്ച് മതി നമുക്ക്, അത്യാവശ്യം ലെങ്ത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആവശ്യത്തിന് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടിൻ്റെ പകുതി വരുന്നത് 7 ഇഞ്ചാണ്. നമ്മൾ 7 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം ക്യാപ്പ് ഹൈറ്റ് വരുന്നത് 3.25 ഇഞ്ചിലാണ് സ്ലീവ് വരയ്ക്കുമ്പോൾ. എന്നിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് ആ ലൈനിൽ ചെരിച്ച് വരച്ച ലൈനിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നമ്മളെങ്ങനെയാണോ സ്ലീവിന് നമ്മൾ ഷേപ്പ് കൊടുക്കില്ല, ആ സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. ഞാനിത് കുഴിച്ച് വരച്ചെടുക്കില്ല കേട്ടോ, കാരണം ഞാനത് കുഴിച്ച് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വരയ്ക്കണില്ല. 2 ഇഞ്ച് സീം അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ. എൻ്റെ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് കറക്റ്റ് ഫിറ്റ് വരുന്നത് 3.5 ഇഞ്ചിലാണ്. അപ്പോൾ കണ്ടോ, അതിന് ശേഷം നമ്മുടെ ആ ഒരു ഭാഗം കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന ആ ഭാഗവും അതുപോലെ തന്നെ സ്ലീവ് ഓപ്പണും കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. കണ്ടോ, ഓപ്പൺ വരയ്ക്കുക. ശേഷം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ഇട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ 2 ഇഞ്ച് ഇപ്പുറത്ത് സീം അലവൻസ് ഇട്ട് കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കണം കേട്ടോ. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്ത് സിമ്പിൾ സ്ലീവാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതുപോലെ അതിൻ്റെ അടിഭാഗം 2 മടക്കി വെച്ചാൽ മതി. മടക്കി കൊണ്ടുവന്നു ഞാനിത് നമുക്ക് ആ ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, ബിഗിനേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. അത് പെട്ടെന്ന് ചെയ്യേണ്ട ഒന്ന് സമയക്കുറവുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഒന്നും അങ്ങനെ സ്ലിറ്റ് ഇടുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ കറക്റ്റ് തയ്ക്കണ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സ്ലിറ്റൊക്കെ കണ്ടില്ലേ, ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ കുർത്തിക്ക് മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോയും ഉണ്ട്, മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ടോ, ഇതിൻ്റെ 2 സ്ലീവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ സിഗരറ്റ് പാൻറ്റ്, അപ്പോൾ അവരിതുപോലെ പെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ച് ഞങ്ങൾ മാച്ച് ചെയ്യുള്ളായിരുന്നു. പക്ഷെ നമ്മൾ അവരെ പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ കണ്ടില്ല, നെറ്റിന് കൊണ്ടുവരുമ്പോൾ ഒരു ലേസ് ഉണ്ടായിരുന്നില്ല. ആ ലേസ് അതിനൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് അഴിച്ച് മാറ്റിയിട്ട് ഒന്ന് മടക്കി തയ്ച്ചു. വേറെ ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു നല്ല വർക്കുള്ള ഇതാണല്ലോ ഷോളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കുർത്തി വരിക, സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ, അതുപോലെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.